ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഫ്താൻ മോഡൽ കോട്ട് സെറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മേളിൽ തയ്ക്കുന്നത് കഫ്താൻ മോഡലും താഴത്തെ ഒരു പലാസോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇരട്ടി ലാഭം എന്ന് പറയുന്നത് വെറുതെ അല്ല, ശരിക്കും ഇരട്ടി ലാഭം കിട്ടുന്നൊരു മോഡലാണിത്. 400-450 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ്. കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്. 400 രൂപ 450 രൂപയൊക്കെ ഞാൻ മോഡലനുസരിച്ച് വാങ്ങിക്കാറുണ്ട്. കാരണം പാൻറ്റും നമുക്ക് ടോപ്പും കൂടി ഈ ഒരു 320 290 മീറ്ററിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അളവുകൾ നോക്കി ഒട്ടും തുണി വേസ്റ്റ് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ തയ്ക്കുന്ന ഒരു സ്മോൾ സൈസാണ്. സ്മോൾ സൈസിന് 290 ധാരാളമായിട്ട് തികയും. നമുക്കപ്പോൾ ഈ ടോപ്പ് തയ്ക്കാൻ ആകെ 3 അളവുകൾ മതി. നെക്കിൻ്റെ അളവും ഷേപ്പ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പിൻ്റെ അളവും താഴത്തേക്കുള്ള ലെങ്ത്തും, അങ്ങനെ 3 അളവ് മതി കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ശരിക്കും അങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട. അപ്പോൾ നിങ്ങൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഫുള്ളും ചിറകോടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് കാണാനാണ് ഭംഗി. അപ്പോൾ ഇത് കസ്റ്റമർ എൻ്റെ അടുത്ത് സൈഡിൽ ഇങ്ങനെ ചിറകധികം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നത്. ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നമുക്ക് ഷേപ്പും ചെസ്റ്റിൻ്റെ അളവെല്ലാം കൂടി 9 വന്നിരിക്കുന്നത്. തയ്യൽ തുമ്പും കൂടി കൂട്ടി അങ്ങനെ 9 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 9 താഴത്തോട്ട് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 9ൻ്റെ അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് വരുന്നത് അറ്റത്തേക്ക് വരുന്നത് 3. ശരിക്കും നിങ്ങൾ ആ ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ മടക്കി അടിക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഞാൻ സൈഡിലും താഴത്തും മടക്കി അടിക്കാനുള്ള മടക്കി അടിക്കാനുള്ള മെറ്റീരിയലും കൂടി ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സൈഡിലേക്കുള്ളതാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അടയാളപ്പെടുത്തുന്നത്. നിങ്ങളിങ്ങനെ ഫുള്ളും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഫുള്ളും എടുക്കുന്നത് തന്നെയാണ് കാണാൻ ഭംഗി. അപ്പോൾ എനിക്ക് കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സൈഡിൽ നിന്ന് വെട്ടിക്കളയുന്നത്. അതുപോലെ കസ്റ്റമർ ഇങ്ങനെ കൈക്കുഴി കാണാതിരിക്കാൻ വേണ്ടി ഒരു അടിയും കൂടി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളിങ്ങനെ നേരെ നെക്ക് വരക്കുക, നേരെ ഷേപ്പ് എടുക്കുക, ഷേപ്പിൻ്റെ അളവിൽ വരച്ചിട്ട് താഴത്തേക്ക് അടിക്കുക. അതും മേളിൽ കൂടി തന്നെ അടിച്ചാൽ മതി, മറിച്ചൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളിത് സൈഡിൽ ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം ഇങ്ങനെ തൂങ്ങി താഴത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തെ വശത്തും ഈ അടയാളത്തിലൊന്ന് അടയാളപ്പെടുത്താം. നമ്മൾ നേരത്തെ വരച്ച അളവിൻ്റെ സെയിം അളവിൽ തന്നെ അപ്പുറത്തും കൂടി ഒരു അടയാളപ്പെടുത്തണം. കാരണം നമുക്ക് അപ്പുറത്തും ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാനാണ്. നമ്മളപ്പോൾ നല്ല വശത്തു കൂടി തന്നെയാട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, മറിച്ചൊന്നും ഇടണ്ട. അപ്പോൾ നല്ല വശത്ത് തന്നെ നമുക്ക് ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പുറവും ഇപ്പുറവും ഒരുപോലെ തന്നെ അളവ് വരണം. പിന്നീട് നമ്മൾ നെക്ക് വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും കൂടി ഒരുമിച്ച് വെട്ടരുത്. കാരണം നമുക്ക് ഷോൾഡർ നമ്മൾ വെട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വീനെക്ക് ആയതുകൊണ്ടും ആദ്യം തുണി ഒന്ന് നേരെ ഇട്ടിട്ട് ബാക്ക് വശത്തേക്ക് നമുക്ക് ബാക്ക് നെക്ക് ഒന്നും കൂടി വരച്ചു കൊടുക്കാം. ഞാൻ വരയ്ക്കുന്നത് പോലെ വരച്ചിട്ട് നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെട്ടണം. തുണി നേരെ ഇട്ടിട്ട് വേണം ബാക്ക് വശത്ത് ഒന്നും കൂടി നെക്ക് വരച്ചു കൊടുക്കാൻ. എന്നിട്ട് ആദ്യം വി നെക്ക് വെട്ടിയിട്ട് വേണം ബാക്കിലോട്ട് യു നെക്ക് വെട്ടാൻ. നമുക്കിത് ഇതുപോലെയാണ് വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നത് കേട്ടോ. നെക്കിൻ്റെ അവിടെ ഒരു ഹോള് പോലത്തെ ഒരു ഷേപ്പായിരിക്കും. താഴത്തോട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽ പോലെ തന്നെ ഇങ്ങനെ നേരെ ഒരു ചതുരമായിട്ട് തന്നെ കിടക്കും. അപ്പം നെക്കിൻ്റെ അവിടെ ഇതുപോലെ വരും. എന്നിട്ട് സൈഡിൽ രണ്ടിലും നമ്മൾ ഷേപ്പ് ചെയ്ത വശത്തുകൂടി പുറത്തുകൂടി തന്നെ ഒരൊറ്റ അടി അടിക്കുക. അപ്പുറവും ഇപ്പുറവും അടിക്കുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ എനിക്കാണെങ്കിൽ ചുറ്റിനും ഒന്ന് മടക്കി അടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചുറ്റിനും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു മെറ്റീരിയൽ ഇങ്ങനെ എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ സ്കെയിൽ മാറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീളത്തിലുള്ള ക്രോസ് പീസുകൾ കിട്ടും. എന്നിട്ട് നമുക്ക് ക്രോസ് പീസിൻ്റെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്യുക. അപ്പോൾ നീളത്തിലൊന്ന് ഞാൻ വെട്ടുന്നുണ്ട്.
സൈഡൊക്കെ ഒന്ന് വെട്ടുന്നുണ്ട്. വെട്ടി ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള നെക്ക് അടിക്കാനുള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളപ്പോൾ ക്രോസ് പീസ് എല്ലാം കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രോസ് പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ചാൽ മതി. ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മടക്കി നല്ല വശത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റിനും അടിക്കാം. ചുറ്റിനും ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പാൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ അരവണ്ണം എടുത്തിരിക്കുന്നത് 10 ബെൽറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ 2 ഇഞ്ച് താഴോട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബെൽറ്റ് വെക്കാൻ വേണ്ടി എടുത്തതിൻ്റെ 2 ഇഞ്ചിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് 12 എടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഒരു 14 വേണം കേട്ടോ വലിയവരുടെ സൈസ് തയ്ക്കുന്നതെങ്കിൽ. ഈ സൈസ് ഞാൻ കസ്റ്റമർക്ക് വേണ്ടി തയ്ച്ചാണ്. അപ്പോൾ അളവ് നിങ്ങൾ നോക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് 12 ആണ് കേട്ടോ. 2 ഇഞ്ച് അങ്ങോട്ടും 10 ഇഞ്ചും 2 ഇഞ്ച് കൂടുതലും എടുത്ത് 12 എടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ടുള്ള ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 30 അതുപോലെ താഴത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് 1.5 എടുത്തിട്ടുണ്ട്. വണ്ണം എടുത്തിരിക്കുന്നത് 10. തയ്യൽ തുമ്പ് 1.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ, അത് നോക്കി ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വന്നത്. നമുക്കപ്പോൾ കസ്റ്റമർ 3 നമ്മുടെ നിന്ന് ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പലാസോടെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.